ഹലോ. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കോട്ട്ലിൻ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കോട്ട്ലിൻ യൂസ് ചെയ്യുന്നത്, കോട്ട്ലിൻ ഉപയോഗിച്ചുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കോട്ട്ലിൻ, നമ്മൾ എന്തുകൊണ്ടാണ് കോട്ട്ലിൻ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. കോട്ട്ലിൻ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതാണ് പറയാൻ പോകുന്നത്. കോട്ട്ലിൻ എന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ജെറ്റ് ബ്രെയിൻസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, കോട്ട്ലിൻ വരുന്നതിന് മുമ്പ് ജാവ ആയിരുന്നു നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കോട്ട്ലിൻ എന്തിനാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ജാവയിൽ കുറെ ഡ്രോബാക്സ് ഉണ്ട്, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കോട്ട്ലിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡിസൈൻഡ് ടു ഓവർകം ദ ഡ്രോബാക്സ് ഓഫ് ജാവ. അപ്പൊ എന്തൊക്കെയാണ് കോട്ട്ലിന്റെ അഡ്വാൻറ്റേജസ് ഓവർ ജാവ? ജാവയിൽ നിന്നും കോട്ട്ലിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കൺസൈസ് കോഡ് എന്ന് പറഞ്ഞാൽ കോട്ട്ലിൻ കോഡ് ജാവ കോഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ചെറുതായിരിക്കും, കുറച്ചുകൂടി കൺസൈസ്ഡ് കോഡായിരിക്കും. അതായത് ജാവയിൽ ഒരു 10 ലൈൻ ഓഫ് കോഡ് ആണെങ്കിൽ അത് കോട്ട്ലിനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു 5-6 ലൈനിൽ ഒതുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈനിന്റെ ലെങ്ത്തും കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കോഡ് കുറച്ചുകൂടി റീഡബിൾ ആയിരിക്കും. പിന്നെ പറയുന്നത് സേഫ്റ്റി. സേഫ്റ്റി എന്ന് വെച്ചാൽ ജാവയിൽ കുറെ ഡ്രോബാക്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഒന്നാണ് നൾ സേഫ്റ്റി. നൾ സേഫ്റ്റി എന്നല്ല, നൾ സേഫ്റ്റി കോട്ട്ലിന്റെ ഫീച്ചർ ആണ്. ജാവയിലെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു നൾ പോയിന്റർ എക്സെപ്ഷൻ. അത് കോട്ട്ലിനിലേക്ക് വന്നപ്പോൾ നൾ സേഫ്റ്റി എന്ന ഒരു ഫീച്ചർ വന്ന് ആ ഡ്രോബാക്ക് കോമ്പൻസേറ്റ് ചെയ്തു. അതുപോലെ വേറെ പല കാര്യങ്ങളിലും കോട്ട്ലിൻ കോഡ് കുറച്ചുകൂടി സേഫർ ആണ്. ഇതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് കോട്ട്ലിനിൽ. അതുപോലെ തന്നെ ഇന്റർഓപ്പറബിലിറ്റി. ഇന്റർഓപ്പറബിലിറ്റി എന്ന് വെച്ചാൽ കോട്ട്ലിനും ജാവയും കമ്പൈൽ ചെയ്യുന്നത് JVM-ലാണ്. JVM എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് കമ്പൈൽ ചെയ്യുന്നത്. JVM എന്ന് വെച്ചാൽ ജാവ വിർച്വൽ മെഷീൻ. അതുകൊണ്ട് തന്നെ കോട്ട്ലിൻ കോഡ് ജാവ കോഡുമായിട്ട് ഇന്റർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കോട്ട്ലിൻ കോഡ് ജാവ കോഡിലും ജാവ കോഡ് കോട്ട്ലിൻ കോഡിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇത് കാണിച്ചു തരാം. ഇതിപ്പോ കണ്ടോ, ഇത് കോട്ട്ലിൻ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. അത് കോട്ട്ലിൻ തന്നെ ഡെവലപ്പ് ചെയ്ത് വെച്ചാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, കോട്ട്ലിൻ പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടി. അപ്പോ ഇതില് ഫംഗ്ഷൻ മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അതില് പ്രിന്റ്എൽ എന്നുള്ളൊരു കോട്ട്ലിൻ കോഡാണ്. ഇത് കോട്ട്ലിൻ കോഡാണ്. ഈ രണ്ടാമത്തത് ജാവ അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഇത് ജാവ കോഡാണ്. നമ്മളിത് റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 തവണ ഹലോ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതായത് 2 തവണയും 2 ലൈൻ ഓഫ് കോഡും ഒരു കുഴപ്പമില്ലാണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്റർ ഓപ്പറബിലിറ്റി. നമ്മളിപ്പോ കോട്ട്ലിൻ കോഡിൽ ജാവ കോഡും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. അതൊരു ഫീച്ചറാണ് ഇന്റർ ഓപ്പറബിലിറ്റി. പിന്നെ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ് കോട്ട്ലിൻ ആണ്. അത് എത്ര പേർക്കറിയാം? ഇപ്പോ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് ഒരുപാട് ഫ്രെയിംവർക്കുകൾ ഉണ്ട്. റിയാക്ട് നേറ്റീവ് ഉണ്ട്, ഫ്ലട്ടർ ഉണ്ട്, അങ്ങനെ കുറച്ച് ഫ്രെയിംവർക്കുകൾ ഉണ്ട്. അതില് കോട്ട്ലിൻ ആണ് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഗൂഗിള് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്തതെന്ന് വെച്ചാൽ കോട്ട്ലിനില് അത്രയ്ക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ പറയുന്നത് റോബസ്റ്റ്നെസ്. കോട്ട്ലിൻ കോഡ് കുറച്ചുകൂടി സേഫ് ആണ്, ജാവ കോഡിനേക്കാളും കുറച്ചുകൂടി സേഫ് ആണ്. അതുകൊണ്ട് തന്നെ കോട്ട്ലിൻ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ആപ്പുകൾ മറ്റേത് ഫ്രെയിംവർക്കുകൾ വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന ആപ്പുകളേക്കാൾ സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ക്രാഷ് ആവാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ റോബസ്റ്റ്നെസ് എന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മയിൽ വരുന്നത് ഫ്ലട്ടർ ആയിരിക്കും. ഇപ്പൊ ഫ്ലട്ടർ ആണല്ലോ കുറെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഫ്ലട്ടർ തിരഞ്ഞെടുക്കാതെ നമ്മൾ എന്തുകൊണ്ട് കോട്ട്ലിൻ തിരഞ്ഞെടുത്തു, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. കോട്ട്ലിൻ വേഴ്സസ് ഫ്ലട്ടർ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്, ജെറ്റ് ബ്രെയിൻസ് ആണ് ഡെവലപ്പ് ചെയ്ത് നേറ്റീവ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് കോട്ട്ലിൻ.
ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് ഗൂഗിൾ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് കോട്ലിൻ ആണ്. ജാവ ആയിട്ട് ഇന്റർ ഓപ്പറബിൾ ആണ്. കമ്പയർഡ് ടു എനി അതർ ലാംഗ്വേജസ് പെർഫോമൻസ് ഈസ് ഹൈ ഇൻ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ്. മറ്റേത് ലാംഗ്വേജസ് കമ്പയർ ചെയ്താലും ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റിന്റെ കേസിൽ കോട്ലിന് കുറച്ച് പെർഫോമൻസ് കൂടുതലായിരിക്കും. ബിക്കോസ് കോട്ലിൻ ഡയറക്ട്ലി ഡാൽവിക് വിർച്വൽ മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഡാൽവിക് വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിലുള്ള ഒരു അണ്ടർലൈൻ സോഫ്റ്റ്വെയർ എന്നല്ല, ഒരു അണ്ടർലൈൻ കമ്പൈലർ ആണ്. ആൻഡ്രോയിഡ് റൺ ടൈമിന്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പൈലർ ആണ്. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഡാൽവിക് വിർച്വൽ മെഷീനാണ്. അപ്പൊ നമ്മുടെ കോട്ലിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോട്ലിൻ കോഡ് ഡയറക്ട്ലി ഡാൽവിക് വിർച്വൽ മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് പെർഫോമൻസ് മറ്റേത് ലാംഗ്വേജിനെ വെച്ച് കമ്പയർ ചെയ്താലും ഹൈ ആയിരിക്കും. ഇനി ഫ്ലട്ടർ ഡെവലപ്പ് ചെയ്ത് ഗൂഗിൾ ആണ്. ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമുള്ള ഒരു ലാംഗ്വേജ് ഫ്രെയിംവർക്ക് അല്ല. അതൊരു ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് ആണ്. എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ആപ്പ്, iOS ആപ്പ്, വെബ് ആപ്പ്, ഡെസ്ക്ടോപ്പ് ആപ്പ്, അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസും നമുക്ക് ഒരൊറ്റ സിംഗിൾ കോഡ് ബേസിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഫ്ലട്ടർ ഉപയോഗിച്ച്. ഫ്ലട്ടർ യൂസ് ചെയ്യുന്ന ഡാർട്ട്, C++ എന്ന ലാംഗ്വേജുകളാണ്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ കോട്ലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സ്ലോവർ ആണ്. ബിക്കോസ് കോട്ലിൻ ഡയറക്ട്ലി ഡാൽവിക് വിർച്വൽ മെഷീനിലേക്ക് കമ്പയർ ചെയ്യുന്നു. ബട്ട് ഫ്ലട്ടർ അങ്ങനെയല്ല. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ കോട്ലിൻ ചൂസ് ചെയ്യുന്നത് ഫ്ലട്ടറിനെ വെച്ച് നോക്കുമ്പോൾ. അടുത്തത് ജെറ്റ് പാക്ക് കമ്പോസ് എന്ന് പറയുന്നത് UI ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ ടൂൾ കിറ്റ് ആണ്. നമ്മൾ ട്രഡീഷണൽ ഡെവലപ്മെന്റിന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ജെറ്റ് പാക്ക് വരുന്നതിന് മുമ്പ് ട്രഡീഷണൽ ഡെവലപ്മെന്റിന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് XML ഫയലുകളാണ്. UI ഡെവലപ്പ് ചെയ്തിരുന്ന XML ഫയലുകൾ ഞാനിപ്പോ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നമ്മുടെ UI ഒരു XML ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ നമ്മൾ നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക്, നമ്മുടെ ലോജിക്കിലേക്ക് ബൈൻഡ് ചെയ്ത് ചേർക്കാണ് ചെയ്യുന്നത്. സെറ്റ് കണ്ടന്റ് വ്യൂ r.layout.activity മെയിൻ. അതായത് UIയും ലോജിക്കും സെപ്പറേറ്റ് ഫയൽസ് ആയിട്ടാണ് കിടക്കുന്നത്. ജെറ്റ് പാക്ക് കമ്പോസില് നമ്മൾ ഡിക്ലറേറ്റീവ് UI ഡെവലപ്മെന്റ് പാരഡിം ആണ് ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് UI വേണ്ടത് അത് ഡിക്ലെയർ ചെയ്ത് ഒരു ഫംഗ്ഷൻ ആക്കി ഡിക്ലെയർ ചെയ്ത് അതിന് നമ്മൾ കോൾ ചെയ്താണ് ജെറ്റ് പാക്ക് കമ്പോസിൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ് കമ്പോസബിൾ ഫങ്ഷൻസ്. കമ്പോസബിൾ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ അത് സാധാരണ ഒരു കോട്ലിൻ ഫംഗ്ഷൻ തന്നെയാണ്. അതിന്റെ അകത്ത് നമ്മൾ UI എലമെന്റ്സ് ഡിസ്ക്രൈബ് ചെയ്ത് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ UI റെൻഡർ ആവുന്നത്. ഈ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, അതിന് നമ്മൾ കമ്പോസബിൾ എന്നൊരു അനോട്ടേഷൻ ആഡ് ചെയ്താണ് നമ്മൾ UI ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ഓഫ്, ഞാനത് കാണിച്ചു തരാം. ഈ ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനെയാണ് നമ്മൾ കമ്പോസബിൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇപ്പൊ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു ചെറിയ പീസ് ഓഫ് UI എലമെന്റ് ആണ്. ഈ ഗ്രീറ്റിംഗ് എന്നുള്ളത് ചെറിയ പീസ് ഓഫ് UI എലമെന്റ് ആണ്. അതിന് നമ്മൾ ഈ അറ്റിട്ട് കൊടുത്തിരിക്കുന്ന ഇത് കണ്ടോ, കമ്പോസബിൾ, ഇതിനാണ് നമ്മൾ അനോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ഒരു കമ്പോസബിൾ ഫംഗ്ഷൻ. ഇതുപോലെ കമ്പോസബിൾ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ UI എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റീയൂസബിൾ കമ്പോണൻസ്. ഈ CS ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറിയായിരിക്കും ഫങ്ഷൻസ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സെയിം കോഡ് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ജെറ്റ് പാക്ക് ഉപയോഗിച്ച് നമ്മൾ UI ഡെവലപ്പ് ചെയ്യുന്നത് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോ ആ ഫങ്ഷൻസ് വീണ്ടും വീണ്ടും കോൾ ചെയ്ത് നമുക്ക് ഒരേ UI എലമെന്റിനെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ റീയൂസബിൾ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് ഔട്ട്പുട്ട് ഒന്ന് എടുത്തു നോക്കാം. ഇത് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിരിക്കും, ജസ്റ്റ് വെയിറ്റ്.
ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. റീയൂസബിൾ കമ്പോണന്റ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ആ കമ്പോണന്റിന്റെ നമ്മൾ ഇതിന്റെ അകത്ത് കോൾ ചെയ്തിട്ടാണ് ഈ യു ഐനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോ റീയൂസബിൾ കമ്പോണന്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സെയിം കമ്പോണന്റിനെ ഒരിക്കൽ കൂടി നമുക്ക് കോൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നെയിം ഈസ് ഞാൻ അലൻ എന്ന് കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് ഹലോ അലൻ എന്നായിരിക്കും. ഈ രണ്ടാമത്തെ കമ്പോണന്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് ഹലോ അലൻ എന്നായിരിക്കും. ഓക്കെ, അപ്പോ സെയിം ഒരേ കമ്പോണന്റ് ഉപയോഗിച്ച് ഒരേ ഫംഗ്ഷൻ നമ്മൾ രണ്ട് തവണ കോൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ റീയൂസബിൾ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബിൽഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇത് നേരത്തെ അപ്ഡേറ്റ് ആണ്. ഇപ്പോഴും ഒന്ന് റീബിൽഡ് ചെയ്ത് നോക്കണം. ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് റീബിൽഡ്. നമ്മൾ ആദ്യത്തെ എലമെന്റ് ഇവിടെ റെൻഡർ ആയിട്ടുണ്ട്, നമുക്ക് കാണാം. ഇത് ഗ്രീറ്റിംഗിൽ നെയിം ഈസ് ഈക്വൽ ടു നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. നെയിം എന്നുള്ളത് ആക്ച്വലി ഒരു വേരിയബിൾ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വേൾഡ് ആണ്. അപ്പോ അത് ഇവിടെ റെൻഡർ ചെയ്തിട്ടുണ്ട്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് റെൻഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് നെയിം, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് കോഡ് ചെയ്തേക്കാണ്. അലൻ എന്ന് പറഞ്ഞ് ഹാർഡ് കോഡ് ചെയ്തേക്കാണ്. അപ്പൊ ഇവിടെ ഹലോ അലൻ എന്ന് കാണിക്കേണ്ടതാണ്. ഓക്കെ, ഹലോ അലൻ എന്ന് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോ ഒരൊറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ രണ്ട് തവണ ഒരു കമ്പോണന്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റിയാക്റ്റീവ് അപ്ഡേറ്റ്സ് ബേസ്ഡ് ഓൺ സ്റ്റേറ്റ്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റാറ്റസ് എന്നൊക്കെ മീനിങ്ങിൽ വരുന്ന ഒരു ടേമാണ് സ്റ്റേറ്റ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ അതൊരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. റിയാക്ട് അറിയാവുന്നവർക്ക് അറിയായിരിക്കും സ്റ്റേറ്റ് വേരിയബിളിന്റെ കൺസെപ്റ്റ് എന്താണ്. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ, അതിന്റെ വാല്യൂ നമ്മൾ വേൾഡ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ടല്ലേ, ആ ബട്ടണിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൺ ക്ലിക്ക്. അതായത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് കമ്പോസ് എന്ന് പറഞ്ഞ് മാറ്റണം. കമ്പോസ് എന്ന് പറഞ്ഞ് വാല്യൂ ചേഞ്ച് ചെയ്യണം. അതായത് ഈ വേൾഡ് എന്നുള്ളത് മാറി കമ്പോസ് എന്നുള്ളതാക്കി മാറ്റണം. അപ്പോ നമ്മുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വാല്യൂ ചേഞ്ച്, ആ സ്റ്റേറ്റ് വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ആവും. അപ്പോൾ തന്നെ ഈ കമ്പോണന്റ് റീറെൻഡർ ചെയ്യും. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചേഞ്ച് ടെക്സ്റ്റ് കൊടുത്തപ്പോ ഹലോ വേൾഡ് എന്നുള്ളത് ഹലോ കമ്പോസ് ആയി. രണ്ടാമത്തെ ഇത് മാറില്ല, കാരണം നമ്മളത് സ്റ്റേറ്റ് വേരിയബിൾ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെന്നുള്ളത് ഡയറക്റ്റ് ഹാർഡ് കോഡ് ചെയ്തേക്കാണ്. അപ്പോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ തന്നെ അതിന്റെ കമ്പോണന്റ് റീറെൻഡർ ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് കാണാം. അപ്പോൾ ഈ ഫീച്ചർ ആണ് റിയാക്റ്റീവ് അപ്ഡേറ്റ്സ് ബേസ്ഡ് ഓൺ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ കമ്പോണന്റ് റീറെൻഡർ ചെയ്ത് അപ്ഡേറ്റ് ആവും. അതൊരു ഫീച്ചറാണ്. ഇതിപ്പോ നമ്മൾ ട്രഡീഷണൽ വേ XML ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പോസ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാം. യൂണിഫൈഡ് ഡെവലപ്മെന്റ് മീനിങ് നമ്മളിനകത്ത് നമ്മുടെ UI-യും നമ്മുടെ ലോജിക്കും, അതായത് ആപ്ലിക്കേഷൻ UI-യും ആപ്ലിക്കേഷൻ ലോജിക്കും ഒറ്റ ഫയലിൽ തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ XML കണ്ട പോലെ XML-ന് വേണ്ടി വേറൊരു ഫയല്, എന്നിട്ട് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ ഒരു സ്ക്രീനിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ UI-ക്ക് XML ഒരു പേജും നമ്മുടെ ആപ്ലിക്കേഷൻ ലോജിക്കിന് കോഡ്ലിന്റെ വേറൊരു പേജും അല്ല നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഡയറക്ട്ലി ഒരു ആക്ടിവിറ്റിയുടെ ഒരു പേജിൽ തന്നെ നമ്മൾ UI ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻസ് വെച്ച് കോഡ്ലിൻ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് UI ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് യൂണിഫൈഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ടൂളിംഗ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ IDEയിൽ കമ്പോസിന് വേണ്ടിയുള്ള സപ്പോർട്ട് നന്നായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു കമ്പോസ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സജഷൻസ് വരും. നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ സജഷൻസ് വരും. അതാണ് ടൂളിംഗ് സപ്പോർട്ട് എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ജെറ്റ് പാക്ക് കമ്പോസ് ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ. അതൊരു മോഡേൺ UI ടൂൾ കിറ്റ് ആണ്. ട്രഡീഷണൽ വേ എന്ന് പറയുന്നത് XML ഉപയോഗിച്ചുള്ള ഡെവലപ്മെന്റ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കോഴ്സിന് വേണ്ട റിക്വയർമെന്റ്സ് ആണ്. റിക്വയർമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ഉണ്ട്. ഇതായിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത്, സാറില്ല പറയാം. ഫോർ ബിറ്റ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓർ ലിനക്സ് ഓർ മാക്കോസ് ആണ് പറയുന്നത്. അതിപ്പോ എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ പുതിയ സിസ്റ്റം എല്ലാം 64 ബിറ്റ് തന്നെ ആയിരിക്കും. ഇതെല്ലാം ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ അവരുടെ ഡെവലപ്പർ കമ്മ്യൂണിറ്റിയിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന റിക്വയർമെന്റ്സ് ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ ഇന്റൽ കോർ പ്രോസസ്സറോ അല്ലെങ്കിൽ അതിൽ കൂടിയ പ്രോസസ്സറോ വേണമെന്നാണ്. അപ്പൊ ഐ പ്രിഫർ ഒരു i5 സിസ്റ്റം ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നുള്ള സോഫ്റ്റ്വെയർ 1.5 GB അടുത്ത് സൈസ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ എമുലേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. എമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അത് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇപ്പൊ ഇത് എമുലേറ്റർ അല്ല, ഇത് ആക്ച്വലി എന്റെ ഫിസിക്കൽ ഡിവൈസ് ഞാൻ അതിലേക്ക് മിറർ ചെയ്തേക്കുന്നതാണ്. നമ്മൾ ഇതിന് പകരമായിട്ട് ഇവിടെ ഒരു വിർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിർച്വൽ ഡിവൈസ് റൺ ചെയ്യണമെങ്കിൽ ഒരുപാട് മെമ്മറിയും ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രോസസ്സർ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. 8 GB റാം ഓർ മോർ, അത് കമ്പൾസറി ആണ്. അല്ലെങ്കിൽ നല്ല ലാഗ് അടിക്കും. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒന്നാമത് നല്ല ലാഗാണ്, അപ്പോൾ നല്ല ലാഗ് അടിക്കും. പിന്നെ 8 GB ഓഫ് ഡിസ്ക് സ്പേസ്, കാരണം നമ്മുടെ സോഫ്റ്റ്വെയർ അത്രയ്ക്ക് വലുതാണ്. പിന്നെ ആൻഡ്രോയിഡ് എമുലേറ്ററും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ മിനിമം സ്ക്രീൻ റെസൊല്യൂഷൻ, അത്യാവശ്യം സൈസ് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കോട്ലിൻ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്.